വാട്സ്ആപ്പ് യൂട്യൂബ് നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പൾസർ 180യുടെ ഇത് നമ്മുടെ സെയിലിനെത്തിയ വണ്ടിയായിരുന്നു. ഇത് മാത്രമല്ല അതെ അവിടെയുള്ള രണ്ട് വണ്ടികൾ നമ്മുടെ സെയിലിനെത്തിയായിരുന്നു. അപ്പം ഈ ഒരു പൾസർ 180യുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്നതിലുപരി ഒരു റിവ്യൂ, ചെറിയൊരു റിവ്യൂ എന്ന ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു തരാമെന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ഒരു ലൊക്കേഷനിലോട്ട് നമ്മുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷനിലോട്ട്, ഈ ഒരു വീടിന്റെ ഈ ഒരു ഗാർഡനിലോട്ട് നമ്മൾ വന്നത്. ഈ ഒരു വീട്ടിൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കാറുകൾ ഇവിടെ ഉണ്ട്. ഒന്നൊരു MGയുടെ ഇലക്ട്രിക് കാറാണ്. ബാക്കി രണ്ടും ഒന്ന് ലെക്സസിന്റെ ഒരു പ്രീമിയം കാറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെസ്ലയും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. ഓക്കെ, ഈ ഒരു വീട്ടിലാണുള്ളത്. അവിടെ ഇപ്പം പോർച്ചിൽ ഒരു ലെക്സസിന്റെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിന്റെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സംഭവം വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു പൾസർ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡലാണ്. 2015 മോഡൽ പൾസർ 180 ആണിത്. ഇതിനിപ്പോൾ ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന 180 ആണ്. അതുപോലെ തന്നെ വണ്ടി നീറ്റാണ് കേട്ടോ, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 50,380 കിലോമീറ്റർ ഈ നിലവിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ പൾസർ 180 എന്ന് പറയുമെങ്കിലും ഇതിന്റെ CC എന്ന് ആക്ച്വലി വരുന്നത് 178 ആണ് കേട്ടോ. 178 CC ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് ആക്ച്വലി കമ്പനി ഈ റേഞ്ചിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. 178, 180 CC എന്ന് പറയുമെങ്കിലും 180 എന്ന് പറയുമെങ്കിലും 178 ആണ് ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ CC എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പം നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ആയിട്ട് ഒന്നുമില്ല ഈ ഒരു വണ്ടി. നമ്മൾ 2015 മോഡൽ വണ്ടികൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോഡി ക്വാളിറ്റിയിൽ വണ്ടികൾ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. പക്ഷെ ഈ ഒരു ബോഡി ക്വാളിറ്റിയിൽ നമുക്ക് വണ്ടികൾ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അത്ര നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഞാൻ പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി. കാരണം ഞാൻ വണ്ടി സെയിൽ ആക്കുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ വണ്ടി കൊടുക്കലുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഞാൻ വണ്ടി സെയിൽ ചെയ്യുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വണ്ടീനെ മുകളിൽ വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. വണ്ടി എന്നെ വൈക്കലാക്കിയിട്ടൊന്നുമില്ല. വണ്ടിക്ക് പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഭയങ്കര കുലുക്കമൊന്നുമില്ല. ഇവിടെയും വൈബ്രേഷനായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ആ ഒരു ഫീല് കിട്ടും. ഒരു ബജാജിന്റെ പൾസർ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. കാരണം 2015കളിൽ ചെക്കന്മാരുടെ ഇടയിലേക്ക്, അന്നത്തെ കാലത്തുള്ള പയ്യന്മാരുടെ ഇടയിലോട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ ഡ്യൂക്കിന്റെ ഒരു മൈൻഡിലൊക്കെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വന്ന ഒരു വണ്ടിയായിരുന്നു പൾസർ 180 എന്ന് പറഞ്ഞാൽ, ബജാജ് ഇറക്കിക്കൊണ്ടുവന്ന ഒരു വണ്ടി. അതിനുശേഷം നമ്മുടെ NS ഒക്കെ കുറച്ചുകൂടി എന്താ പറയാ ഇടം പിടിച്ച് വന്നത് അതിന് ശേഷമാണ് NS ഒക്കെ വന്നത്. അതുവരെ 180 ആയിരുന്നു. കാരണം അത്ര ഈ ഒരു എമൗണ്ടിലെ വണ്ടിക്ക് വരുന്നുള്ളൂ, ഈ ഒരു പ്രൈസല്ലേ വണ്ടിക്ക് വരുന്നുള്ളൂ. അത്യാവശ്യം സ്പീഡിലും പോകാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 ആ ഒരു ലെവലിൽ കമ്പനി ഇതിന് മൈലേജ് പറയുന്നുണ്ട്, ഈ ഒരു വണ്ടിക്ക് മൈലേജ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഇപ്പം നിലവിൽ നമുക്ക് പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഒരു 40 ആ ലെവലിൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് 42 ആ ലെവലിൽ നമുക്ക് ഈ ഒരു വണ്ടി മൈലേജ് തരുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എണ്ണ കൂടുതൽ കുടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്ക് പണിക്കൊക്കെ പോകുന്ന പയ്യന്മാരാണെങ്കിലേ ഈ ഒരു വണ്ടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. വലിയ കംപ്ലൈൻറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. പാർട്സിനൊക്കെ ചെറിയ റേറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഓവറായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊന്നും പാർട്സിന് വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ടയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ടയറിൻ്റെ കണ്ടീഷൻ. ടയർ പുത്തൻ ടയറാണ്. വലിയ എന്നൊരു ഇട്ടിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല, അധികം ഓടിയിട്ടില്ല ഫ്രണ്ട് ടയർ ഇട്ടിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിൽ സൂമിൻ്റെ ടയറാണ് കേട്ടോ. സൂം X3 എന്ന് പറഞ്ഞൊരു ടയറാണ്. സിയറ്റിൻ്റെ സൂം X3 എന്ന് പറഞ്ഞൊരു ടയറാണ് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ റിയർ ടയറിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ്. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറിൽ എന്താ പറയുക വേറെ പേച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഈ അടുത്ത് റീപ്ലേസ് ചെയ്ത ടയറാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ടയേഴ്സും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഏകദേശം ഉണ്ട്. അതുപോലെ തന്നെ ചെയിൻ സോക്കറ്റിന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ചെയിൻ സോക്കറ്റും അധികം പഴയതൊന്നുമല്ല. ഓക്കെ, ഈ അടുത്ത് മാറ്റിയതാണ്. ഇദ്ദേഹം പൊടി പിടിച്ചിട്ടാണ്. പക്ഷെ അധികം കണ്ടില്ലേ, അതിന്റെ കളർ കണ്ടില്ലേ, അധികം പഴയ ചെയിൻ സോക്കറ്റോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇത് വേണ്ടിയിട്ട് സീറ്റ് ഡാമേജ് ആണ്. സീറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സൺഡേ ആണ് കൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. വേറെ പറയത്തേക്ക് വിധം കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ മീറ്ററും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. ഒന്നും ചേഞ്ചിടൊന്നുമല്ല, ഒന്നും മാറ്റിയതൊന്നുമല്ല. മീറ്ററും കാര്യങ്ങളൊക്കെ വർക്ക്ഡാണ്. ഇതിന്റെ കിലോമീറ്റർ നിങ്ങൾക്ക് ചെറിയ ഫെയ്ഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 50,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഇപ്പം നിലവിൽ വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയിലോട്ട് വരുവാണെങ്കിൽ ബോഡിക്ക് വേണ്ട വലിയ രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ക്രാച്ച് അല്ല, വേറെ എന്താണ്, അവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. വേറെ പറയത്തേക്കുന്ന കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഒന്നും വണ്ടിയുടെ ബോഡിയിലും കാര്യങ്ങളിലും ഒന്നുമില്ല. അപ്പം എന്താ പറയുക, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികൾ ഒരുപാട് പേര് നോക്കി നടക്കുന്നുണ്ട്. പിന്നെ ഒരു വണ്ടിയുടെ എന്താ പറയുക ഫ്രണ്ട് ഡിസ്ക് പാഡും പിന്നെ ബാക്കത്തെ ബ്രേക്ക് ഷൂവും അതുപോലെ തന്നെ
എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്താണ്, ഒക്കെ ചേഞ്ച് ചെയ്താണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ആൾക്ക് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞ ഈ ഒരു കടമ്പ അങ്ങോട്ട് കുറഞ്ഞു കിട്ടും, ആ ഒരു സംഭവം അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. സോ ടേക്ക് ആൻഡ് ഫ്രീ യൂസ്, അതാണ് നമ്മൾ പറയുന്നത്. വണ്ടി എടുക്കുക, ഫ്രീ ആയിട്ട് അടുത്ത സർവീസ് വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്ര നീറ്റ് ആയിരിക്കും വണ്ടി. കാരണം ഞാൻ തന്നെയാണ് എല്ലാ വർക്കും ഞാൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ഈ ഒരു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിലുള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38,000 രൂപയാണ്. ഫൈനലി 38,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഓൾ കേരള ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. 10,000 റുപ്പീസ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലുള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൾ ചെയ്യാം.